നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്, ഓക്കെ, അൺകണ്ടീഷണൽ ലവ്. അവർക്ക് നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം, അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയമാണ് അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമോ ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ ആഴമേറിയതാണ്. ഓക്കെ, അത്രയും ഒരു ഡീപ്പ് ഫീലിങ്സ് ഒക്കെ അവർക്കിപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇവർ നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. മേ ബി നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് പോലും പലതവണയും അത്തരം ഫീലിങ്സ് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ. യെസ്, ഡെഫിനറ്റ്ലി അവർ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫാമിലി ലൈഫൊക്കെ ഒത്തിരി തവണയും ഡ്രീം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്രയും നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ലൈഫ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും, ഈ റിലേഷൻഷിപ്പിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും മാറി എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ഈ വ്യക്തി മേ ബി ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. യെസ്, ഒരുപാട് തവണ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും പല തവണയും നിങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫീൽ ചെയ്തൊരു കാര്യം ഒരിക്കലും തന്നെ അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല. അത്രയും സിൻസിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ അവർ പരാജയപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, അത്രയും അവരുടെ മനസ്സുകൊണ്ട്, അവരുടെ ഹൃദയം കൊണ്ട് അവരറിഞ്ഞ ഒരു കാര്യമാണ് ആ ഒരു പ്രണയത്തിൻ്റെ ഡെപ്ത്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് അവർ അത്രയും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു പ്രണയം തന്നെയാണ്. ഓക്കെ. യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് അവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യം, അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവരിൽ ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എന്നുള്ള കാർഡിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് അവരൊരു പൂർണ്ണതയിലെത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിങ്ങളും ഉണ്ടാകണമെന്നവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, ഹൈ പ്രീസ്റ്റസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള കാർഡ്സ് ആണ് വരുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പലർക്കും നടക്കുന്നുണ്ട്. കൂടുതൽ പേർക്കും ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ളതാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മെമ്മറീസിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കില്ല. അതുപോലെ എപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സണും ആ ഒരു സെയിം ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ടൈമിലാണ് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നത് ഇത്രയും ഡെപ്ത് ഉള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടേതെന്നുള്ളത്. ഓക്കെ, മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇന്റൻസിറ്റി നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ ടൈം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടേതായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് അവരുടെ ലൈഫിലുണ്ട്. മേ ബി അവർ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ അവരുടെ കരിയറിലേക്കോ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി കുറച്ച് പേർക്കെങ്കിലും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസോ കരിയർ ഇഷ്യൂസോ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഈവൻ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും, അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ പോലും അവര് നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരു ടോട്ടൽ ഇംബാലൻസ് സിറ്റുവേഷൻ അവർ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഏതൊരു സാഹചര്യത്തിലും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ ഉപേക്ഷിക്കാൻ ആ വ്യക്തി
തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. മേ ബി അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ഹാപ്പി ഫാമിലി ഡ്രീം ചെയ്യുന്നുണ്ട്. അത്രയും നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത്തരം നിമിഷങ്ങൾ ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ ഇപ്പോൾ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ അവർ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു സാഹചര്യം മാറിപ്പോകാനും, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകാനായിട്ട് അവർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അത്രയും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ടൈമിൽ അമിതമായിട്ട് തന്നെ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് കരയുന്നുണ്ട്. എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് ഒരുപാട് അവർ കരയുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. എത്ര തന്നെ പ്രണയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ അത്രയും അധികമായിട്ടുള്ള പ്രണയം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരിക്കലും എൻഡായി പോകുന്നതല്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രയും സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലും നിങ്ങൾക്കായിട്ടുണ്ട്. ഓക്കെ, ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങളോട് നിങ്ങൾക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അവർ ഓഫർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഐ വോണ്ട് ടു റിക്കൺസൈൽ. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ടുള്ള റിക്കൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു വ്യക്തി. ഐ കാൺട്ട് സീ യു ക്രൈങ്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ കരയാൻ, അല്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. ഓക്കെ, ഐ ഫീൽ ദ സെയിം ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് അവരോട് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് അവർക്ക് നിങ്ങളോടും ഉള്ളത്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, അവരുടെ ഫീലിങ്സ് എപ്പോഴും അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ട് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത്. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഓക്കെ, അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ അവരുടെ ഭാഗത്ത് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നായിരിക്കാം. ആ ഒരു കാര്യമെല്ലാം ഇപ്പോൾ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. ഓക്കെ, കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ അവർ ചെയ്തു പോയ തെറ്റിന് അവരോട് നിങ്ങൾ ക്ഷമിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഐ കാൺട്ട് ലിവ് വിതൗട്ട് യു. നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുകയാണ്. ആൻഡ് ഫൈനലി ലെറ്റ്സ് ഹീൽ ടുഗദർ. ഓക്കെ, നമുക്ക് ആ ഒരു ഹീലിംഗ് നമുക്ക് രണ്ടു പേർക്കും ഇപ്പോൾ ആവശ്യമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ രണ്ടു പേരും ഹീൽ ആവുകയുള്ളൂ എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്.